വന്ന അഗ്രാസനത്തിൽ ഭഗവാനെ പൂജിച്ചു. അതിൽ പങ്കാളികളാവാൻ എത്ര രാജാക്കന്മാര് ഈ ജരാസന്ധന്റെ അല്ലെങ്കിൽ ഈ ദേഹാഭിമാനത്തിന്റെ തടവറയിൽപ്പെട്ട എത്രായിരം രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ആ പാദങ്ങളിൽ നിന്ന് നമസ്കരിച്ചു. ആ നമസ്കാരത്തിൻ്റെ ഗുണം അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം സർവ്വ ഐശ്വര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അപ്പം ആ മന്ത്രത്തിൻ്റെ ശക്തി മാത്രമല്ല, ഭഗവാന് അവരിതാ ദേഹാഭിമാനം വിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവരില്ലേ നമുക്ക് നമസ്കരിക്കണമെങ്കിൽ ഇത്തിരി നോക്കണം, ഇവിടെ മണ്ണാണല്ലോ നോക്കുന്നത്. മണ്ണൊക്കെ തുടച്ചു കളഞ്ഞ് അങ്ങനെയൊക്കെ കാണാറുണ്ട് പലപ്പോഴും. ചില വീട്ടിലൊക്കെ കാണാം, അതുപോലെ കടലാസൊക്കെ കൊണ്ടുവരും, പൊക്കറ്റ് ഉണ്ടാവും, പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ ഇതെന്തിനോ കിടക്കാൻ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ കിടന്നാൽ മതിയായിരുന്നു. ഒരേ പായയെ കുറിച്ച് മുമ്പിൽ വന്ന് കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. കാരണം ഈശ്വര സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതൊരു ഭാവമാണോ പോകേണ്ടത് അത് പോയാൽ മാത്രമേ അടുത്തിരിക്കുന്ന ചൈതന്യത്തിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒട്ടത്തലയന്മാർ പറഞ്ഞു ഷട്ടിട്ടുകൊണ്ട് ഏതാ അമ്പലത്തിൽ കുഴപ്പമില്ലാമെന്ന് അവർ തീരുമാനിച്ചു. അവർക്ക് അവരുടെ അറിവുള്ള, അവർക്ക് ക്ഷേത്രം എന്താണെന്ന് അറിയില്ല. അവർക്ക് പുരോഗമനം മാറ്റുക അല്ലെങ്കിൽ സമൂഹത്തിന് പരിവർത്തനം വരുത്താമെന്നാണ് ചിന്തിച്ചു വിചാരിച്ചു. അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തിൽ കൂടി നമ്മൾ നേടേണ്ടത്? ദേഹാഭിമാനം കളയുക തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ലക്ഷ്യം. അപ്പോഴാണ് നമുക്ക് ആത്മസ്വരൂപത്തിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ക്ഷീയതേ ഇത് ക്ഷേത്രം. നമ്മുടെ എല്ലാ തരത്തിലുള്ള മാനസിക വ്യഥകളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാത്തിനെയും ക്ഷയിപ്പിച്ച് കളയുകയാണ് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ബോധം മനസ്സിലാക്കാണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലുള്ള ഉണ്ടാകുന്നതികളൊക്കെ ചേർന്ന് ഇങ്ങനെയൊക്കെ പ്രമേയങ്ങൾ ഉണ്ടാക്കി നമ്മുടെ പരിധിക്ക് വെച്ച് തരിക. നമ്മളറിയില്ലാത്തവരായതുകൊണ്ട് ശരിയാണെങ്കിൽ അവർ പറഞ്ഞത് എന്ന് വിചാരിക്കും. ഇപ്പോൾ ദേഹാഭിമാനം കളഞ്ഞുകൊണ്ട് ആ ഭഗവാനെ പൂജിച്ചതായിരിക്കുന്ന ആ രാജസൂയത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പരീക്ഷത്തിന് വീണ്ടും മോഹം. അങ്ങനെ ഹൃദയത്തിൽ പൂജിച്ച ആരെങ്കിലും ഉണ്ടോ ഗുരുനാഥായി ലോകത്തിൽ? ഉണ്ടല്ലോ അങ്ങനെയൊരാൾ. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലേന വിഷജ്യത തൽ പുരുഷപ്രസംഗ. ഒന്നും വേണ്ട കൃഷ്ണ, എനിക്ക് ഇനി മാത്രം മതി. എത്ര ജന്മങ്ങൾ അടുക്കുണ്ടെങ്കിലും ആ ജന്മത്തിലെല്ലാം നിന്നോടുള്ള സൗഹൃദവും സഖ്യവും ഭക്തിയും ദാസ്യവും അതുണ്ടാവാൻ അനുഗ്രഹിക്കുന്നു കൃഷ്ണ. അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുധാമ സുന്ദരമായിരിക്കുന്ന നാമം കൊണ്ട് തൻ്റെ മനസ്സിൽ ധരിച്ചു. ഏത് നാമം? അത് ഭ്രമമാകുന്ന നാമം കൊണ്ട്. ഒരിക്കൽ പോലും ഒന്നും ഇങ്ങോട്ട് മോഹിക്കാതെ കൊണ്ട് ഭഗവാന് വേണ്ടി ജീവിതം നയിക്കാം. കേവലം 64 ദിവസം മാത്രമേ ദ്വാരപ്പനോട് ബന്ധം ഉണ്ടായുള്ളൂ അദ്ദേഹത്തിന്. ആ 64 ദിവസം കൊണ്ട് മനസ്സിലായി അദ്ദേഹത്തിന് ആരാണ് എൻ്റെ കൃഷ്ണൻ. വികൃതി കാണിച്ച് ഓടി നടക്കുന്ന ആ രാമകൃഷ്ണന്മാരെ അതിലേറ്റവും പട്ടു വികൃതി കൃഷ്ണൻ. ആ കൃഷ്ണനെ കണ്ടെപ്പോഴും മാറി നിന്ന് നോക്കും. നീ വികൃതി കാണിക്കുന്നത്. ഓരോ വികൃതി കാണിക്കുമ്പോഴും എല്ലാവരുടെയും മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് ആ കൃഷ്ണനെ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, ഇനി എന്തിനാണ് മറ്റൊന്ന് ഈ രൂപം പോലെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഗണപതി ഹോമം വേണ്ട, ഭഗവതി സേവ വേണ്ട, ഗായത്രി ജപം വേണ്ട, ഒന്നും വേണ്ട, ഇനി ആര് മതി? ഈ കൃഷ്ണൻ മാത്രം മതി എന്ന് വിചാരിച്ചു. ഹരേ രമ്യദൈവം നമന്യേ. ഈ കൃഷ്ണൻ അല്ലാതെ കണ്ട് മറ്റൊന്നും തനിക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. സദാസമയത്തും കൃഷ്ണന്റെ ഓരോ ഭാവങ്ങളും മാറി നിന്ന് കാണും ആ സുധാമ. കണ്ണൻ ഗുരുനാഥൻ എന്തെല്ലാം വിദ്യകൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. കൂട്ടുകാരാകുന്ന ആളുകളൊക്കെ കുത്തി പിടിച്ചെടുത്ത് എഴുതിയിരിക്കുന്നുണ്ട്, നോട്ടൊക്കെ എഴുതിയിരിക്കുന്നു. ഗുരുനാഥനെ നോക്കിക്കുന്നു, ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു. കൃഷ്ണ മാത്രം അങ്ങോട്ട് നോക്കണമെന്നില്ല. അതൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിരിക്കുക. സുധാമ തോണ്ടി വിളിക്കുക, കൃഷ്ണ നീ എന്തേ ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിരിക്കണോ? ഗുരുനാഥൻ പറഞ്ഞ കേൾക്കണ്ടായോ? കേട്ടില്ല. പിന്നെയും പിറ്റേ ദിവസം ആയാലും കണ്ണൻ അങ്ങനെ തന്നെയാണ് തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോഴും സുധാമ തോണ്ടി വിളിക്കും, ഗുരുനാഥൻ പറഞ്ഞത് കേട്ടോ കൃഷ്ണ?
എന്തേ നീ ശ്രദ്ധിക്കാത്തത്? നീ എവിടെ കയ്യിൽ നോക്കിയിരിക്കുന്നത് ചോദിച്ചു. വേഗം കൃഷ്ണൻ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതെന്താ ഇത്? ഒരു ഗോപികയുടെ ഫോട്ടോ. ഇതെന്താ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? അവിടെ എന്നെ ധ്യാനിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ ധ്യാനിക്കണ്ടായിരുന്നു. ഭഗവാൻ ഈ പഠിത്തത്തിനേക്കാൾ വലുത് ആരാണ്? എൻ്റെ ഭക്തനാണ് അല്ലേ? അത് അങ്ങനെ മനസ്സിലാക്കി സുധാമ. എൻ്റെ ഭക്തനല്ലേ എപ്പോഴും കണ്ണ നോക്കിയിരിക്കുന്നത്? ഇതിലും വലുതായപ്പോൾ ഈ കൃഷ്ണനെയല്ലേ ഞാൻ ധ്യാനിക്കേണ്ടത്? അല്ലാതെ ഞാൻ എന്തിനാ ഈ വിദ്യ പഠിച്ചിട്ട്? ഏറ്റവും വലിയ ആത്മവിദ്യയാണ് താൻ ഇവിടെ ഇരിക്കണം. അത് മനസ്സിലാക്കി അന്ന് നോക്ക്. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിചക്രൈന്ദ്രിയാന്തേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയം. ജിതേന്ദ്രിയനായതുകൊണ്ട് അദ്ദേഹം പ്രശാന്താത്മാ. എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങിയ കാരണം എന്നില്ലാത്ത ആനന്ദം. അദ്ദേഹത്തിന് ഒന്നിനെ കുറിച്ചുമുള്ള ചിന്തകളില്ല. ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ഇപ്പോഴേക്ക് ഡിഗ്രിയാണ് പഠിത്തം അനുഗ്രഹിച്ചത്. ബ്രഹ്മവിത്തമ ബ്രഹ്മൈവ ഭവതി. ഇനി മറ്റൊന്നും നേടാനില്ല. ഏതാണോ ഒരു ബ്രഹ്മം, ആ ബ്രഹ്മത്തിനെ സദാ കണ്ടുകൊണ്ട് മറ്റൊന്നിലേക്കും മനസ്സ് പോയിട്ടില്ല അദ്ദേഹത്തിന്. കൃഷ്ണന്റെ വിഗ്രഹം വേണ്ട, കിണ്ടി വേണ്ട, മണി വേണ്ട, ദൂരക്കുറ്റി വേണ്ട, ഒന്നും ആവശ്യമില്ല. നമുക്കിതൊക്കെ ഉണ്ടെങ്കിലും പോരാ. ഇതൊന്നും വേണ്ട അദ്ദേഹത്തിന്. കൃഷ്ണനെ പൂജിക്കുന്നത് തൻ്റെ ഹൃദയമാകുന്ന ശ്രീലകത്ത് ആ ഹൃദിഷ്ടം പൂജയാമാസാം അയോപാത്ത വിഗ്രഹം. ആ വിഗ്രഹം ഹൃദയത്തിൽ വെച്ച് സദാ പൂജിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ദൃശ്യോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. അതേപോലെ തന്നെ ഒരു ഗൃഹാശ്രമിയാണെങ്കിലും